കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ ഒരു വലിയ പങ്ക് വഹിക്കും. ഇത് നമ്മൾ ആ പങ്ക് വഹിക്കുന്നില്ല. ഇപ്പോൾ PSC ലിസ്റ്റിലുള്ള ഞാൻ UPSC ലിസ്റ്റ് ഇപ്പോൾ നിലവിലുണ്ട്. ഈ ഒക്ടോബർ വരെയാണ് ലിസ്റ്റുള്ളത്. ആ ലിസ്റ്റിൽപ്പെട്ട ഏതാനും വിദ്യാർത്ഥികൾ അവരെന്നെ വന്ന് കണ്ടു. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് സ്കൂൾ തുറക്കാൻ വേണ്ടി പോകണം. അവരെല്ലായിടത്തും ഓരോ സ്കൂളിലും പരമാവധി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താ കാര്യം, അല്ല അവിടെ വന്ന് ഈ വർഷം ഡിവിഷൻ പാടില്ലാതിരിക്കണമെങ്കിൽ അധ്യാപകരെ ഞങ്ങൾക്കൊക്കെ സാധ്യത കുറച്ചെങ്കിലും ഉള്ളത് കുട്ടികൾ എണ്ണം ഉണ്ടാവുക എന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ ടീമായിട്ട് അവർ വീടുകളിൽ പോയി ഗവൺമെൻറ് സ്കൂളുകളിൽ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ജോലി കിട്ടുന്നവരേ ഉള്ളൂ. ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവർ പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം പോലെ നമുക്ക് നിങ്ങളുടെ ജോലി എന്നതിനപ്പുറത്ത് നിങ്ങളുടെ സേഫ് സോണിലാണെങ്കിൽ നമ്മുടെ പുറകെ വരുന്ന ഇതുപോലെ തന്നെ നിങ്ങളെപ്പോലെ പഠിച്ചു വരുന്ന കുട്ടികൾ നാളെ അധ്യാപകരായിട്ട് വരുമ്പോൾ ഈ സ്ഥാപനങ്ങൾ നിലനിൽക്കണം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാവണം, അവിടെ അവർക്ക് അവസരങ്ങൾ ഉണ്ടാവണം, പഠിക്കുന്ന സാഹചര്യം ഉണ്ടാവണം. പബ്ലിക് സെക്ടറിൽ എത്ര കുറയുന്നു അതിൻ്റെ ഏറ്റവും പ്രയാസം അനുഭവിക്കുക സമൂഹത്തിലെ താഴെ തട്ടിലുള്ളവർ. സമൂഹത്തിൽ ഉയർന്ന തട്ടിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വഴികളുണ്ട്. താഴെ തട്ടിലുള്ളവരുടെ അഭയകേന്ദ്രങ്ങളാണ് ഗവൺമെൻറ് ജോലികളും കാര്യങ്ങളൊക്കെ. അതില്ലാതെ പോയി കഴിഞ്ഞാൽ വലിയ അസന്തുലിതാവസ്ഥ നമ്മുടെ സമൂഹത്തിലുണ്ടാവും. അതുകൊണ്ട് ഞാൻ അതിനെ കൂടുതൽ പരത്തി പറയുകയല്ല. അധ്യാപകരും നമ്മുടെ സ്കൂളുകൾ കുട്ടികൾ നിലനിർത്തി കൊണ്ടുപോകുന്ന കാര്യത്തിൽ നല്ല രീതിയിലുള്ള പങ്ക് വഹിക്കാൻ തയ്യാറാവണം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാൻ. ഞാൻ മറ്റു കാര്യങ്ങളിൽ